ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നോർമലി വരുന്നൊരു കൺഫ്യൂഷനാണ് ആ ഒരു ബിസിനസ് ഏത് രീതിയിൽ രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിലെ ലീഗൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം. ലൈക്ക് എന്താ പറയുക, ആ ഒരു ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ഈ ഒരു ഏതൊരു ഫോമിൽ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊരു ഫോമിൽ വേണം ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളൊരു കോമൺ കൺഫ്യൂഷൻ എല്ലാവർക്കും നോർമലി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വരുന്നതാണ്. സോ ആക്ച്വലി ഈ ഡിസിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സൈസ് ആൻഡ് നേച്ചർ, കോസ്റ്റ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് മെയിൻ്റനൻസ്, ലയബിലിറ്റി, ഫണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ ഒരു ഡിസിഷൻ നിങ്ങൾ ശരിക്കും എടുക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാൻ നിങ്ങൾക്ക് ആദ്യം എന്താണ് ഈ ഓരോ ഫോം അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് ബിസിനസ് ഫോം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഓരോ രീതിയും പ്രൈവറ്റ് ലിമിറ്റഡ് എന്താണ്, പാർട്ട്ണർഷിപ്പ് എന്താണ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കണം. ബിക്കോസ് ഈ ഓരോ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഓരോ ഫാക്ടേഴ്സും ഈ ഓരോ ഫോമിലും ഡിഫറെൻ്റ് ആണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ആ ബിസിനസ് അത്യാവശ്യം വലിയൊരു ബിസിനസ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ഫോമിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആസ് പെർ കമ്പനീസ് ആക്ട് 2013 അറ്റ്ലീസ്റ്റ് 2 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും 2 ഷെയർ ഹോൾഡേഴ്സും വേണം. ഇനി നിങ്ങൾ ലയബിലിറ്റി നോക്കുവാണ്. ഓക്കെ, ലയബിലിറ്റി നോക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ബിസിനസിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു ദെയർ ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും. സോ നിങ്ങളുടെ പേഴ്സണൽ അസറ്റ് മീൻസ് എന്താ പറയുക, ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സ് ഇൻ കേസ് എന്തെങ്കിലും ഒരു ലോസസ് അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസ് വരുമ്പോൾ എഫക്റ്റ് ആവത്തില്ല. ലിമിറ്റഡ് ടു ദെയർ ഷെയർ ക്യാപിറ്റൽ ആണ്. കുറച്ചധികം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു ബിസിനസ് ഐഡിയ ആണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ഫണ്ട് വേണ്ടി വരുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് നിങ്ങൾക്ക് ക്യാപിറ്റൽ ആസ് മച്ച് എസ് യു നീഡ് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് റൈസ് ചെയ്യാൻ സാധിക്കും. സോ ഒരു ഫണ്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഈ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൽ ബാക്കി എല്ലാ ഫോംസും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്രയും ഒരു എന്താ പറയുക ഒരു ടാസ്ക് ഈ ഒരു ഫോമിൽ വരത്തില്ല. സോ ഈ ഒരു ഫോമിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ 2-3 കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കുക. ബിക്കോസ് നിങ്ങളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കംപ്ലൈൻസസ് കുറച്ചധികം മീറ്റ് ചെയ്യേണ്ടി വരും ആസ് പെർ കമ്പനീസ് ആക്ട് 2013. ലൈക്ക് എന്താ പറയുക, സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടി വരും, ആനുവൽ ഓഡിറ്റ് ചെയ്യേണ്ടി വരും, ജനറൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കുറച്ചധികം കംപ്ലൈൻസസ് ഈ ഒരു ഫോമിലുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് യുവർ ബിസിനസ് എന്ന് പറയുന്നത് കുറച്ചധികം കൂടുതലായിരിക്കും. ഓക്കെ, സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളൊരു ചെറിയ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു ഫോം എന്ന് പറയുന്നത് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ളതല്ല. ഇനി നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ഫോമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബിസിനസ്സിന് 2 പാർട്ട്നേഴ്സ് വേണം ടു ഷെയർ പ്രോഫിറ്റ്സ് ഓൺ എ പ്രീ ഡിഫൈൻഡ് റേഷ്യോ. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ എഗ്രിമെൻ്റ് പ്രകാരം ഒരു ഡിഫൈൻഡ് റേഷ്യോയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ 2 ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫോം ഓഫ് ബിസിനസ്സിൽ 2 ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഒന്ന് ജനറൽ പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ഈ ജനറൽ പാർട്ട്ണർഷിപ്പ് എന്തെന്ന് നോക്കുകയാണെങ്കിൽ ആസ് പെർ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ജനറൽ പാർട്ട്ണർഷിപ്പിലുള്ള പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. വിച്ച് മീൻസ് their personal assets will be liable if there is any financial obligations. എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ലോസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം വരുവാണെങ്കിൽ ഈ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ അസറ്റ്സും ലയബിൾ ആയിരിക്കും. സെയിം കേസ് നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ LLPയുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോമിലുള്ള പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ പേഴ്സണൽ അസറ്റ്സ് ഒന്നും ലയബിൾ ആവത്തില്ല എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ. ഈ ഒരു ഫോം ഓഫ് ബിസിനസ്സിന് ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. ഓക്കെ,
സോ നിങ്ങളൊരു ചെറിയ ഒരു ബിസിനസ് ആണെങ്കിലും നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബിക്കോസ് കമ്പാരിറ്റീവ്ലി പ്രൈവറ്റ് ലിമിറ്റഡിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താ പറയുക, കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബിസിനസ് നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഫോമിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നൊരു കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ലോവർ ആയിരിക്കും. ഇനി ഇതിനൊരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ എന്താ പറയുക ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ യു ഷുഡ് കൺസിഡർ ഓൾ ദീസ് പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ 2 പാർട്ട്നേഴ്സ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഈ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ഒപ്പീനിയൻ എടുക്കുക അല്ലെങ്കിൽ ഈ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കാര്യങ്ങൾ അറിയിച്ചൊരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൾട്ട് അല്ലേ, ബിക്കോസ് അതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഒപ്പീനിയൻ വേണമെങ്കിൽ ഈ പാർട്ട്നേഴ്സിൻ്റെ എല്ലാ ഡിസിഷൻസ് എടുത്ത് വരുന്നത് ഇറ്റ്സ് ലിറ്റിലി ഭയങ്കര ഒരു എന്താ പറയുക ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീൻസ് എന്താ പറയുക ജനറൽ പാർട്ട്ണർഷിപ്പിൽ അൺഫോർച്ചുനേറ്റ്ലി ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. സോ ഇൻ കേസസ് എന്തെങ്കിലും ഒരു ലീഗൽ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുക അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ അസറ്റ്സിലോട്ടും എഫക്റ്റ് ചെയ്യാം. സോ അതുപോലെ ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. ബിക്കോസ് ഇൻ കേസ് ഇപ്പോൾ 2 പാർട്ട്നേഴ്സ് ഉള്ള ഒരു ബിസിനസ്സാണ്, ഒരു പാർട്ട്ണർ ആ ഒരു ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ളൊരു ആ ഒരു എന്താ പറയുക അത് ഫോം തന്നെ അവിടെ ബ്രേക്ക് ആവുകയാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള അൺസ്റ്റേബിൾ പൊസിഷൻ നമുക്ക് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ബിസിനസ്സിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡായിട്ട് ചെയ്യണോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആയിട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ടു യുവർ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സൈസ്, ക്യാപിറ്റൽ നീഡ്സ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾക്കൊരു ചെറിയ ബിസിനസ്സാണ്, വലിയ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഒന്നും വേണ്ട എങ്കിൽ യു ക്യാൻ ചൂസ് പാർട്ട്ണർഷിപ്പ്. ഇനി പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. വലിയ ലീഗൽ ഫോർമാലിറ്റീസോ അല്ലെങ്കിൽ എന്താ പറയുക കംപ്ലയിൻസോ ഒന്നും മീറ്റ് ചെയ്യേണ്ടതായിട്ടില്ലാത്ത ഒരു ഫോം ഓഫ് ബിസിനസ്സാണ് അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് രജിസ്ട്രേഷനാണ് ഈ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. സിംപ്ലി ഇതിൽ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് നാളെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു ഫോമിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് ഈ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആയിരിക്കും ഈ പ്രൊപ്രൈറ്റർഷിപ്പിൽ ദ ഓണർ അല്ലെങ്കിൽ ദ കംപ്ലീറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ആ ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും. അവിടെ ഡയറക്ടേഴ്സിനോ ഷെയർ ഹോൾഡേഴ്സിനോ പാർട്ട്നേഴ്സിനോ ഉള്ള ഒരു കൺസെപ്റ്റ് ഒന്നും ഈ ഒരു കേസിൽ വരുന്നില്ല. ഓക്കെ, സോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണം, കോസ്റ്റ് ഭയങ്കര കുറവായിരിക്കണം, പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് ഫണ്ടിങ് ഒന്നും അത്രയ്ക്ക് വേണ്ട, ലയബിലിറ്റിയുടെ കേസസിലൊക്കെ നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങളുടെ പേഴ്സണൽ ആക്ച്വലി അവിടെ വേറെ കണ്ടീഷൻസും ഫോർമാലിറ്റീസും ഒന്നും വരാത്തതുകൊണ്ട് ഓഫ്കോഴ്സ് നിങ്ങളുടെ പേഴ്സണൽ മീൻസ് നിങ്ങളുടെ പേഴ്സണൽ അസറ്റ്സും അവിടെ ലയബിളായിരിക്കും. സോ ഈ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ പ്രൊപ്രൈറ്റർഷിപ്പ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഏത് രീതിയിൽ ആ ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആ ബിസിനസ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യാം. കുറേ കാര്യങ്ങളും കൂടി നിങ്ങൾ ഇതിന്ന് മനസ്സിലാക്കുക, ഡിസിഷൻ എടുക്കുക. So I hope this video is useful for you all. So if you like this video, please do share and subscribe our channel. Thank you.